ബെസ്റ്റീസ് ഉണ്ടോ അപ്പം? ഇവനാരെങ്കിലും ബെസ്റ്റ് ആണെന്നാണോ? 1 2 3 ഇല്ലേ? ഒന്നും അറിഞ്ഞൂടാ. ഇല്ല, ഞാൻ ഇവിടെ കേട്ടായിരുന്നു. എന്നെ കണ്ടനൊക്കെ എന്ത് തോന്നുന്നു? ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇല്ല. നിന്റെ ചോദ്യം മനസ്സിലായി, പക്ഷെ നോട്ട് നടക്കത്തില്ല. അത് ഇവിടുന്ന് എന്നെ കണ്ടിട്ടുണ്ടോ? ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇന്നലെ എന്റെ അക്കൗണ്ട് മാറ്റടാ, ഒരു രസമില്ലടാ, കൊള്ളത്തില്ലടാ. സത്യം കണ്ടാപ്പിയ പോലെ ഉണ്ട്. ഹായ്, ഞാൻ അശ്വതി. ഫെയിം സ്റ്റെപ്പിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റ് ആരെന്ന് വെച്ചാൽ കോണ്ടന്റ് കിങ് ആണ്. കോണ്ടന്റ് കിങ് വെറും കോണ്ടന്റ് കിങ് അല്ല, ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള റീൽസൊക്കെ ഇട്ട് പെമ്പിള്ളേരെയൊക്കെ വീഴ്ത്തുന്ന കുറച്ച് ബോയ്സ് ആണ്. അതിൽ 2 ബോയ്സ് നമ്മൾ ഇവിടെ കൊണ്ട് ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ വേറെ ആരുമില്ല, ജോജോ ആൻഡ് നബ്രാസ്. വെൽക്കം ടു ദ ഷോ. ആലുവ മണപ്പുറത്ത് വെച്ചാൽ കണ്ട പരിചയങ്ങൾ എന്നോടൊന്ന് കാണിക്കുക. അങ്ങനെ ആറ്റിലൂടെ ഓക്കെ. ജോജോ, നബ്രാസ് ഫുൾ നെയിം എന്തായിരുന്നു? മുഹമ്മദ് നബ്രാസ്. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട് റിയൽ ലൈഫൊക്കെ? കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. ഈ റൊമാൻറ്റിക് ആയിട്ടുള്ള റീലാണ് നിങ്ങൾ കൂടുതൽ ഇടുന്നത്. റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ ആൾക്കാർ വേറെ അതല്ല, വേറെ വീഡിയോ കണ്ടുള്ളവർക്ക് അറിയാം. കൂടുതലും ഈ ലവ് ട്രാക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഇടുന്നത്. തലയാട്ടൽ ആണ്. അപ്പോൾ ഇത് ആരാണ് ഈ കണ്ടന്റ് ഒക്കെ മൈൻഡിൽ കൊണ്ടുവരുന്നത്, സ്റ്റോറീസൊക്കെ? തന്നെയാണ്. ഞാൻ ഭയങ്കര റൊമാൻറ്റിക് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് വരും. റൊമാൻറ്റിക് ആയതുകൊണ്ട് പെട്ടെന്ന് വരും. നീ റൊമാൻറ്റിക് അല്ല. ഇവന്റെ കണ്ടന്റ് ബെസ്റ്റി ബ്രേക്കപ്പ് ഇൻട്രോയിൽ ചെറിയ മാറ്റമുണ്ട്. റൊമാൻറ്റിക് കണ്ടന്റ് എന്താ മോട്ടിവേഷൻ അങ്ങനെയൊക്കെ പറയാം. മോട്ടിവേഷൻ ടേപ്പ് കിട്ടിയവർക്കുള്ള മോട്ടിവേഷൻ, ബെസ്റ്റീസ് ഉള്ളവരുടെ ബോയ് ഫ്രണ്ട്സിനുള്ള മോട്ടിവേഷൻ എല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. ബെസ്റ്റീസ് ഉണ്ടോ അപ്പം? ഇവനാരെങ്കിലും ബെസ്റ്റ് ആണെന്നാണോ? 1 2 3 4 ബെസ്റ്റ് ഉണ്ടോ അപ്പോ? എത്ര എണ്ണം ഫോണിൽ ഇപ്പൊ? ഒരു ബെസ്റ്റ് 1 ബെസ്റ്റ് 2 ബെസ്റ്റ് വൈബ് അല്ല, സിറ്റുവേഷൻഷിപ്പ് വൈബായിരിക്കും. ഒന്നും അറിഞ്ഞൂടാ. ഇല്ല, ഞാൻ ഇവിടെ കേട്ടായിരുന്നു. പറഞ്ഞു അല്ല എടാ, ഓരോന്നുണ്ട്. ബെസ്റ്റി എന്ന് പറയുമ്പോ എല്ലാവരുടെ മൈൻഡിൽ വരുന്ന വെച്ചാൽ ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ആണ്. ഇത് പറയും ഇപ്പൊ ഇവക്ക് ഇതൊക്കെ അറിയാലോ, അങ്ങനെ ഞാൻ പുറമെ കേട്ടിട്ടുള്ള കാര്യമാണ്. പിന്നെ സിറ്റുവേഷൻഷിപ്പ്, അത് അപ്പോഴത്തെ സിറ്റുവേഷനിൽ തോന്നുന്ന ബെസ്റ്റി ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്. അത് ബെനിഫിറ്റിന് മാത്രം എപ്പോഴും തോന്നാം. ഇപ്പൊ സിറ്റുവേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരാൾ ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, ഇനിയിപ്പോ ചോദിക്കും ഇതൊക്കെ ഞാൻ അങ്ങനെയാണ്. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഒരു സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മേ ബി തോന്നും. ഇനി മുമ്പ് തോന്നിയിട്ടുള്ളതായിരിക്കത്തില്ല. ഞാനാണ് ഇന്റർവ്യൂ എടുക്കേണ്ടത്, നിങ്ങളല്ല ഇന്റർവ്യൂ എടുക്കേണ്ടത്. അതാണ് സിറ്റുവേഷൻഷിപ്പ്, അത്രേ ഉള്ളൂ. പിന്നെ ഡ്യൂറേഷൻഷിപ്പ് അയ്യോ, അത് വേറൊന്ന് വേർഡുണ്ട്, എനിക്ക് അറിയത്തില്ല. ഗൂഗിളിൽ ഞാൻ കണ്ടു കുറെ ഷിപ്പ്. ബാക്കി ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും എല്ലാവർക്കും അല്ലേ? ഓക്കെ. അപ്പൊ ജോജോ ഇങ്ങനെ എന്തുവാ റൊമാൻറ്റിക് ആയോണ്ടാണെന്ന് പറയുന്നത്. അപ്പൊ എന്തുവാ അപ്പം റൊമാൻറ്റിക് ആണ്. അപ്പം ആ കുറെ ഗേൾസുമായിട്ട് വീഡിയോ എടുക്കാറുണ്ട്. അപ്പൊ എല്ലാവരുടെയും ഡൗട്ട് അതിൽ ആരാണ് ജോജോയുടെ ഗേൾ ഫ്രണ്ട്? അതിലാരുമല്ല ഗേൾ ഫ്രണ്ട്, അതെല്ലാം പിന്നെ ആരാ? ഫ്രണ്ട്സ് ആണ്, ബഡ്ഡീസ് ആണ് എല്ലാവരും. ഓക്കെ. അപ്പൊ എല്ലാവരും കുറെ ആൾക്കാർക്ക് ബോയ്സിന് അസൂയൊക്കെ ഇങ്ങനെ വരുമല്ലോ, ഇവനൊക്കെ ഇവിടെ നിന്നും വേണ്ടി പെണ്ണൊക്കെ കിട്ടുന്നു കമന്റ് വരാറുണ്ട്. അത് നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും അല്ലേ? നല്ലവരാണെങ്കിൽ പെമ്പിള്ളേര് വരും, പോസിറ്റീവായിട്ട് വീഡിയോ എടുക്കുന്ന അവർക്കും അറിയാം വൈബ് എന്താണെന്ന്. കണ്ടന്റ് ആ ഒരു ടൈമിൽ അങ്ങനെ കഴിഞ്ഞിട്ട് അത് വിട്ടാൽ ഇങ്ങനെ ആലോചിക്കും ഓരോ കണ്ടിന് എവളാണോ ഓക്കെ അവളാണോ ഓക്കെ അങ്ങനെ തിങ്ക്. കാരണം ഓരോ വീഡിയോയിൽ ഓരോ ക്യാരക്ടേഴ്സ് കാണത്തില്ല. ഇപ്പൊ ചിലരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും അതൊക്കെ ചെയ്യാൻ ആപ്റ്റ് ആയിരിക്കും, ചിലരെ കാണുമ്പോൾ തോന്നുന്നു ചെയ്യാൻ ഒരു എന്നെ കണ്ടനൊക്കെ എന്ത് തോന്നും? ഒന്നും തോന്നില്ല. അല്ല, ഒരു സ്റ്റോറി കാണുമ്പോഴത്തേക്ക് ഓരോ ഗേൾ. അപ്പൊ എനിക്ക് പറ്റിയ ക്യാരക്ടർ എന്താണ്? വേറൊന്നും പറയില്ല. ഓരോരുത്തർക്ക് തോന്നുന്ന നമുക്ക് കാണുമ്പോ അറിയാലോ ഇന്ന ഒരു ക്യാരക്ടർ അവളെ കൊണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഈ വരുന്ന ആൾക്കാർ മൊത്തം നമ്മുടെ ഫ്രണ്ട്സാ. അപ്പൊ ഏകദേശം അവിടെ ഇപ്പൊ അവര് സംസാരിക്കുന്ന രീതി, ഇപ്പൊ നീ സംസാരിക്കുന്ന രീതി, അപ്പൊ നമുക്ക് വേണ്ട ഒരു രീതിയിൽ നീ ഇത് ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യും, അങ്ങനെ പറയും. പിന്നെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ നമ്മളെ
കാനോൺ ആണ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഞങ്ങളുടെ അനന്ത് സോറി കാനോൺ ബോയ് എന്ന് പറഞ്ഞ അവന്റെ പേരെങ്ങനെ പറയും. ഞങ്ങൾ അനന്തൻ എനിക്കറിയാം മെയിൻ ക്യാമറാമാൻ, മെയിൻ നമ്മൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. എല്ലാ വീഡിയോയും പുള്ളിയാണ് ഒരുപാട് പൊക്കണ്ട. ഇത് പൊക്കത്തില്ല. എല്ലാ വീഡിയോ ഞാൻ കാണാറുണ്ട് കേനോൺ. പക്ഷെ നല്ല ക്ലാരിറ്റി ആയിട്ട് പുള്ളി ഭയങ്കര സപ്പോർട്ടാണല്ലേ എല്ലാ സപ്പോർട്ടാണ്. നിങ്ങൾക്ക് അതാണ് ഭയങ്കര. അവനാണ് വന്നിട്ട് വീഡിയോ എടുക്കണ്ടേ എന്നിട്ട് അവന്റെ ഞാൻ എനിക്കൊരു ഫോട്ടോ എടുത്ത് പറഞ്ഞപ്പോ ഇന്നേ വരെയ്ക്ക് എനിക്ക് എടുത്തു തന്നിട്ട് എടുത്തരുന്ന് പറയുന്നില്ല. അവൻ എനിക്ക് എടുത്തു തരുന്നില്ല. ഫോട്ടോ ഫോട്ടോ ഞാൻ ക്യൂട്ട്നെസ്സിന് വേണ്ടി ചിരിച്ചതാ. ഞാൻ ക്യൂട്ട്നെസ്സിന് വേണ്ടി ചിരിച്ചതാ. വേറെ പരിപാടിയൊക്കെ ഉണ്ട് അതല്ല. ഇപ്പം സാധാരണ പെൺപിള്ളേരോടൊക്കെ നോർമലി ചില ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സംസാരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെയല്ലേ. പിന്നെ സംസാരിക്കാതെ പിന്നെ ചുമ്മാ പോയി അങ്ങനെയല്ലേ, ഇവൻ ഫോട്ടോ എടുക്കും. വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും ഫോട്ടോ എടുത്തിട്ട് കൊണ്ട് കാണിച്ചു കൊടുക്കും. അപ്പോഴത്തേക്ക് അവരെന്ത് വിചാരിക്കും, കാൻഡിഡേറ്റ് എടുത്തന്നല്ലേ, എന്റെ നമ്പർ എടുത്തു അയച്ചു തന്നേക്കാന്ന് പറയും. അങ്ങനെ അങ്ങനെ ഫോട്ടോ അയക്കുന്ന മാത്രമേ അവർക്ക് ഓർമ്മ എടുത്തുള്ളൂ. പിന്നെ രാത്രി ഇടക്കിടക്ക് വിളിക്കാം, ഞാൻ അനന്തനാണ്, ഞാൻ പിന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ ഇന്റർവ്യൂ കാണുമ്പോ എന്നെ പറ്റി പൊക്കെയൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഊക്കലായി പാവം. ഞാൻ പക്ഷെ പറയാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇങ്ങനെ എല്ലാത്തിലും വന്ന് എല്ലാ കണ്ടന്റും വന്ന് വീഡിയോ എടുത്തു തരാൻ ഒരു ക്യാമറാമാൻ ഉള്ളവർ. എനിക്ക് മനസ്സിലായ കാര്യം, നമുക്കൊരു വീഡിയോ എടുത്തു തരാൻ പെർമനന്റ് ഒരാളുള്ളത് തന്നെ ഭയങ്കര കാര്യമാണ്. ഞങ്ങളെല്ലാരും കമ്പനി ഞങ്ങൾ എടുക്കാതിരുന്ന ഇവൻ വന്നിട്ട് എണീപ്പിച്ചിട്ട് പാപ്പ എടുക്ക അങ്ങനത്തെ എഡിറ്റ് ചെയ്യുന്നത് ആരാ? അവൻ ചെയ്യും, ഇടയ്ക്ക് ഇവൻ ചെയ്യും, ഇടയ്ക്ക് എഡിറ്റിംഗ് ആണ്. ഞാൻ എനിക്ക് എഡിറ്റ് എന്റെ കുറച്ച് വീഡിയോസ് അയച്ചു എഡിറ്റ് ചെയ്ത് തരണേ. അടുത്ത ചോദ്യം പിന്നെ അല്ല ഇവനങ്ങനെ ഇടയ്ക്ക് മാത്രം എഡിറ്റ് ചെയ്യുന്ന. അപ്പൊ ചോദ്യത്തിലേക്ക് വരാം. ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ല ചോദിച്ചിട്ട് വിഷയം മാറ്റാൻ നോക്കി. കൊറേ ഗേൾസ് ഇങ്ങനെ നോക്കിയിരിക്കണേ ഇല്ല നോക്കിയിരിക്കുക. ട്രോള് ഏത് ഗേൾസ് ഇവനൊക്കെ ആര്? എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഗേൾ ഫ്രണ്ട് ഉണ്ട്. എവിടെയാ? പെണ്ണ് കിട്ടും, നീ നോക്കി കുഴപ്പമില്ല. അവനിങ്ങനെ ബെസ്റ്റ് ഒക്കെ ആയിട്ട് അവനിങ്ങനെ നടന്നു. എനിക്ക് കുറച്ച് വർഷമായിട്ടുണ്ട്, 5 വർഷമായിട്ടുണ്ട്. 5 വർഷം എക്സ്പ്രഷൻ ഇട്ട് നിൽക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. 5 വർഷം എത്ര മതിയാ? ഇത് ബാക്കിയുള്ളവരുടെ എക്സ്പ്രഷൻ ഉണ്ട്. എനിക്ക് ഞാൻ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ ഒന്നുകൂടെ വിളിക്കും കേട്ടോ. എനിക്ക് ഒരു ഇന്റർവ്യൂ കൂടെ തരണം. അങ്ങനെ ബ്രേക്കപ്പ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ആരെയും നമ്മൾ വിശ്വസിക്കാൻ എല്ലാവരും നമ്മളോട് കാണാൻ തോന്നുന്നത് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. എല്ലാ ഇന്റർവ്യൂ നമുക്ക് നമ്മൾ മാത്രമേ കാണൂ. അപ്പോ നിങ്ങൾ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ ഫാൻ ആണെന്നൊക്കെ കുഞ്ഞു ഗേൾസ് ഇടാറുണ്ട്, ഫോട്ടോ എടുക്കാറുണ്ട്. ആര്? ഞാൻ വന്നിട്ടുണ്ട്. ജോജു സെൽഫി എടുത്തിട്ടുണ്ട്. സെൽഫി എടുത്തോണ്ട് ചോദിച്ചതൊന്നുമില്ല. ജോജു അല്ലേ? ഞാൻ കയ്യിൽ നിന്ന് വെച്ചാൽ അതെങ്കിലും ഇരിക്കട്ടെ. ഹായ് അളിയാ. ഇവന് ബോയ്സ് ആ കൂടുതൽ, പെൺപിള്ളേർക്ക് ബോയ്സ് ആണോ വരുന്നത് നിങ്ങളുടെ അടുത്ത്? എന്റെ അടുത്തല്ല, ഇവന്റെ അടുത്ത്. എന്റെ കണ്ടന്റ് കൂടുതലും ബോയ്സിന് റിലേറ്റ് ചെയ്യുന്ന ഒരു സംഭവം അങ്ങനത്തെ ഇറക്കുന്നത്. എന്തോ കണ്ടന്റ് എന്തോ മറ്റേ ബ്രേക്കപ്പ് ആയിട്ടിരിക്കുന്നവർക്ക് മോട്ടിവേഷൻ എല്ലാവരും സൈഡ് കാണത്തില്ലേ? ഇപ്പൊ ലേഡീസിന് സൈഡ് ഉണ്ട്, അതേപോലെ മെൻസിന് സൈഡ് ഉണ്ട്. അത് മാത്രമേ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പൊ എന്താ എല്ലാരും ആണുങ്ങളുടെ സൈഡിൽ അതിന് എന്തെങ്കിലും ഇൻസിഡന്റ് നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഇപ്പം അവർക്ക് മോട്ടിവേഷൻ ഇപ്പൊ പറയുന്നുണ്ടോ? അതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് കേട്ടിട്ടുണ്ട്, പിന്നെയൊക്കെ കുറെ അറിയാം. കൊറേ അതുപോലെ എന്തെങ്കിലും ബ്രേക്കപ്പോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? നിന്റെ ചോദ്യം മനസ്സിലായി, പക്ഷെ നോട്ട് നടക്കത്തില്ല. ഞാൻ അത് പറഞ്ഞെന്ന് വെച്ചാൽ കൊറേ ഇതിനു മുമ്പ് വേറെ ഇന്റർവ്യൂവിന് നബ്രാസിന്റെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. അപ്പം അതിനെ പറ്റി ഇങ്ങനെ വരാൻ വയ്യ. അപ്പം അത് വിഷയം മാറ്റണ്ട. അപ്പം അങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. അപ്പോ അതൊക്കെ എങ്ങനെ, അതാണോ റീസൺ എന്ന് ഇപ്പൊ അവർക്കറിയാം. ഇപ്പൊ ഞാൻ എടുത്തിട്ട് വേണ്ടി എടുത്തിട്ട് ചടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഇല്ല, ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് വേറൊന്നുമല്ല, ഈ പാസ്റ്റ് അത്. അപ്പൊ അതിനെപ്പറ്റി ഇനി കൂടുതൽ സംസാരിക്കാനോ അതൊരു അതിന്റെ കാര്യമില്ല, മനസ്സിലായോ? ഞാനൊക്കെ പാസ്റ്റ് ആലോചിച്ചോണ്ടിരിക്കും. രണ്ട് വഴിയായി. അവിടെ ജീവിതം, ഞാൻ എന്റെ ജീവിതം, ഇത്രേ ഉള്ളൂ. ഹാപ്പി ആണല്ലോ ഇപ്പൊ. അപ്പൊ ഇതിന് മുമ്പുള്ളത് ഹാപ്പി അല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. നേരത്തെ ഇവിടെ പറഞ്ഞെന്താ പറയാ, ഞാൻ പാന്റ് ഇങ്ങനെ കേട്ടിട്ടപ്പോഴത്തേക്ക്
പാൻറ്റിന്റെ സ്ക്രീൻ കയറ്റിയിട്ടില്ല. അവള് ക്യാപ്ഷൻ കൊടുക്കാൻ കിട്ടിയെന്ന് ആങ്കറെ കണ്ട് ജോജോ പാൻറ് അല്ല അവൻ പാന്റ് ഇങ്ങനെ അതല്ല പാന്റ് ഇങ്ങനെ നമ്മള് എന്തുവാ ഇപ്പൊ ക്യാമറ എടുത്തു കട്ട് ചെയ്തേക്കണം. ഇത് കട്ട് ചെയ്ത് കട്ട്. അപ്പോഴത്തേക്ക് എന്റെ ഞാൻ പറഞ്ഞല്ലോ അത് ആ വഴി വെക്കും, അത്രേ ഉള്ളൂ. പിന്നെ അതിനെപ്പറ്റി എക്സ്പ്ലനേഷൻ എനിക്ക് അടുത്തറിയാവുന്ന കുറച്ചുണ്ട്. അപ്പൊ അവിടുത്തെ മാത്രമുള്ള കാര്യങ്ങൾ ഞാൻ എല്ലാവർക്കും അവരവരുടെ ശരികൾ കാണത്തില്ലേ. ഇപ്പം പക്ഷെ ഇത് ആ ഒരു സംഭവം വരുമ്പോ ആൾക്കാർ നെഗറ്റീവ് തിങ്ക് ചെയ്യത്തില്ലേ? തിങ്ക് ചെയ്യുന്നവർ തിങ്ക് ചെയ്തോട്ടെ, അത് പ്രശ്നമില്ല. നമുക്ക് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രം അതിനെ പറ്റി ആൾക്കാർ ചോദിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വായിക്കാറുണ്ട്. ഇത് പറയ തലക്കുറി ഇതിനെ പറ്റി ഇവര് പറയുന്നത്. അപ്പം നടക്കത്തില്ല. നമ്മ പറയട്ടെ, ഞാനത് എനിക്ക് അറിയാവുന്ന കുറച്ച് പേരുണ്ട്, എൻ്റെ ഇന്റിമേറ്റ് ആയിട്ട് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവർക്ക് മാത്രം അവിടുത്തെ മാത്രം ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പറയത്തുള്ളൂ. പിന്നെ അവരുടെ പേഴ്സണൽ സ്പേസിലുള്ള പേഴ്സണൽ സ്പേസ് അല്ല, ഇപ്പൊ എല്ലാവർക്കും ഒരു സൈഡ് ഉണ്ട്. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ രണ്ടുപേർക്ക് രണ്ടായിട്ട് റൈറ്റ്സ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താ ശരിയുണ്ട് അവർക്ക്. അപ്പൊ ആ ഒരു രീതിയിൽ പോയെന്ന് വിചാരിച്ചാൽ അത്ര ഉള്ളൂ. ഓക്കെ വലിയ കാര്യം. കിട്ടിയില്ല ട്രൈ ചെയ്യും. കിട്ടിയില്ലെങ്കിൽ കുത്തി കുത്തി ചോദിക്കാം ഞാൻ. അപ്പോൾ ഈ ലവ് ട്രാക്ക് ആണല്ലോ കൂടുതലും കണ്ടന്റ് ഇടുന്നത്. അപ്പൊ അത് റിയൽ ലൈഫിൽ നിന്ന് നടന്നിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ അവിടെ പോകുമ്പോ കാണുന്നു, ഇവിടെ പോകുമ്പോ ഭയങ്കര റൊമാൻറ്റിക് അല്ല. അല്ല ആഗ്രഹമൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ ആവാൻ പറ്റുന്നില്ല. അതെന്താ അറിയത്തില്ല. എനിക്ക് അഭിനയം മാത്രമേ വരത്തുള്ളൂ ക്യാമറ മുമ്പിൽ. അല്ല നേരിട്ട് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അതൊന്നും വരത്തില്ല. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇതുവരെ വന്നിട്ടില്ല. വന്നിട്ടുണ്ട്, പക്ഷെ പണ്ട് മൂന്നാം ക്ലാസ്സിലൊക്കെ എങ്ങനെ? മൂന്നാം ക്ലാസ്സിലൊക്കെ ഞാനൊക്കെ മൂന്നാം ക്ലാസ്സിൽ കട്ടർ എടുക്ക റബ്ബർ എടുക്ക എന്നൊക്കെ ചോദിക്കുന്നേ. മൂന്നാം ക്ലാസ്സിൽ അത് ആ സമയത്ത് ചെറിയൊരു ക്രഷ് അങ്ങനെ വന്നിട്ടുണ്ട്. ക്രഷ് ജസ്റ്റ് പേരൊന്നും പറയാൻ ജസ്റ്റ് ഒരു റാൻഡം കഥ പറയാം. മൂന്നാം ക്ലാസ് തൊട്ട് തുടങ്ങി, 10 വരെ നടന്നു. 10 കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് സ്കൂളിൽ ഇവൻ 8 വരെ ആ സ്കൂളിലുണ്ടായിരുന്നു, അല്ല 7 വരെ ആ സ്കൂളിലുണ്ടായിരുന്നില്ല. ആ സ്കൂളിലുണ്ടായിരുന്നു അത്ര നാൾ പുറകെ കിടന്ന് എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് ഇടും പിന്നെയും പുറകെ ബ്രേക്ക് ഇടും പിന്നെയും പുറകെ. 8 വെച്ച് രണ്ട് സ്കൂളായല്ലോ. അത് കഴിഞ്ഞ് ഇവൻ ബ്രേക്ക് ഇട്ട് ഒരു 3 എത്ര മാസം 4 മാസം ആ 3-4 മാസം ബ്രേക്ക് ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ദേ പോകുന്നു വഴി കൂടെ പിന്നെയും ക്രഷ് അടിച്ച് പിന്നെയും പുറകെ അപ്പൊ അത്രയും നാളെ വേറെ ക്രഷ് ഒന്നും ഇല്ലായിരുന്നു. അതൊക്കെ എനിക്കൊക്കെ ഒന്ന് ബ്രേക്കപ്പ് ആയ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് അവളുടെ അടുത്ത്. +1 വരെ പുറകെ നടന്നായിരുന്നു. ഞാനൊക്കെ ഒന്ന് ബ്രേക്ക് തൊട്ടപ്പുറത്ത് വേറെ നിർത്തി. അപ്പൊ ഇപ്പം സീരിയസ് ആണ്. അല്ലാന്ന് പറഞ്ഞ ഇപ്പം ഇറങ്ങുമ്പോ സീരിയസ് ആണ്. എന്നാലും കല്യാണത്തോടെ കാണും. അപ്പൊ ഗൈസ് കല്യാണം ജോജോടെ കല്യാണം ഹൃദയത്തിൽ 4 ചേമ്പർ ഉണ്ടെന്നല്ലേ? ഒരെണ്ണം മാത്രം ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, ബയോളജി 10 വരെ പഠിച്ചിട്ടില്ലേ? എനിക്ക് ഹൃദയത്തിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമില്ല. നിനക്കേതാ താല്പര്യം? എനിക്ക് കെമിസ്ട്രിയോടെ താല്പര്യം. പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നിങ്ങളപ്പോ എന്താ ചെയ്യുന്ന? ജോലിയുണ്ടോ കൂലിയുണ്ടോ? ഇവൻ ഞാൻ BBA കഴിഞ്ഞു. അതിന്റെ കൂടെ കുറച്ച് വേറെ കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. സപ്ലി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സപ്ലി ഉണ്ടോ? സപ്ലി ഉണ്ടോ? കേക്കാത്ത പോലെ ഇരിക്കല്ലേ സപ്ലി? സപ്ലി നമ്മൾ എക്സാം എഴുതാതെ ഉണ്ട്. 1 2 4 5 ഒരു 6 7 എണ്ണം കുറച്ചുണ്ട് എഴുതിയെടുക്കണ്ട്. ഇപ്പൊ ഞാനേ വേറെ കുറച്ച് കോഴ്സുകൾ ചെയ്ത് തരിച്ച് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, നിർത്തി. ഇപ്പൊ ടോപ്പിക് ഒന്ന് മാറ്റാം. പിന്നെ കുറച്ച് നാള് ഞാൻ ഇത് പറഞ്ഞോട്ടുള്ള ഞാൻ കുറച്ച് നാള് ഇത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഇൻഫ്ലുവൻസ് വീഡിയോ കണ്ടന്റ് മേക്കിംഗ്. ഇതൊന്ന് കുറച്ച് മുമ്പ് വരുമാനം ഉണ്ടോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ? നമുക്ക് ഇൻകം കിട്ടുന്ന ഇതിൽ നിന്നാണ്. ഇതിൽ കൂടെയാണ് ചെലവ് ഏകദേശം പോകുന്നത്. എത്ര കിട്ടും ഒരു മാസം? അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഒരു പ്രൊമോഷൻ വരുന്നതനുസരിച്ച് കമന്റ് ഒക്കെ ഇടും. വേറെ പണിയൊന്നുമില്ല, ഇതൊക്കെയാണ് പണി. ഇതാണ് പണി. ഇത് പൈസ കിട്ടും, ചുമ്മാ ചെയ്യുന്നില്ല. നമുക്ക് വരുത്തുന്ന സമയമായി. ഇതിപ്പം കുറെ പേരായല്ലോ. ഇപ്പൊ തന്നെ നമ്മളൊരു മ്യൂസിക്കിലോട്ട് തുടങ്ങിയതാ. മ്യൂസിക്കലി ടിക്ടോക്ക് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കുറച്ചൊക്കെ.
ക്രിഞ്ച് സാധനങ്ങള് എന്റെ ടിക്ടോക്ക് ഐഡിയ അറിഞ്ഞോന്നു ഞാൻ വീട്ടിൽ പോയി തപ്പും. ഇവന്റെ TikTok ആയിരുന്നു എടുക്കും. ഡെവിളച്ചു എന്റെ ടിക്ടോക്ക് ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് പറയുന്നവരാ വീഡിയോ ഒക്കെ ക്രിഞ്ചായിരുന്നു. പേരെന്തോ ഡെവിളച്ചു. ഡാഡീസ് ലിറ്റിൽ പ്രിൻസസ് കുപ്പിപ്പാലൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ആദ്യം തമ്മി ഇൻസ്റ്റയിൽ സംസാരിക്കുമ്പോളെ ഇവളെടുത്ത് പറഞ്ഞ നിന്നെ എന്നെ കണ്ടിട്ടുണ്ടോ? ആ കണ്ടിട്ടുണ്ട്, ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഏതാ ഓർമ്മയില്ല? എന്നെ കണ്ടിട്ടുണ്ടോ? ഹെയർ ബോയുടെ അല്ലേ? ഞാൻ അതിലാണ് സത്യം പറഞ്ഞാൽ കണ്ടിട്ടുള്ളത്. അപ്പോഴേക്കും അതിനാണ് ഞാൻ ഫേമസ് ആണ്. അതാണ് ഫേമസ് ആകാൻ. അപ്പൊ അതിന് മുമ്പത്തെ കുറച്ച് വീഡിയോസ് ഉണ്ട്. മിണ്ടാതിരിക്കടാ. നമ്മള് ടിക്ടോക്കിൽ ഞാനാണ് ഇന്റർവ്യൂ എടുക്കേണ്ടത്. ഇന്റർവ്യൂ എടുക്കാൻ കണ്ണീന്നൊക്കെ ഇതൊന്നും ഞാൻ തളരില്ല. ഇവക്കൊന്നും എനിക്കൊന്നും ഒരു പ്രശ്നമില്ല. വേണ്ട ഈ കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാനുള്ളത്. ഇവക്കൊന്നും എനിക്ക് ഒരു പ്രശ്നമില്ല. എന്താ ചോദിക്കാൻ വന്നു മറന്നുപോയി. ഓന്റെ പഴയ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ എന്തോ ആദ്യം മെസ്സേജ് അയക്കുന്നത് നബ്രാസിനാണ്. നബ്രാസ് സത്യം പറയട്ടെ, നീ നിക്ക്, ഞാൻ പറഞ്ഞു കേട്ടെ. ഞാൻ ഇന്നലെ എടുത്ത ആക്ടിവിറ്റി എടുത്ത് നോക്കി. ഇന്നലെ എന്റെ അക്കൗണ്ട് നോക്കി. അവന്റെ ബർത്ത്ഡേ എപ്പോഴാന്ന് വെച്ചു ഒന്ന് ആലോചിച്ചിട്ട്. എന്റെ ബർത്ത്ഡേ സമയത്ത് എന്തോ നബ്രാസിന് പിന്നെ മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ, പിന്നെ ജോജോന് മെസ്സേജ് ഇട്ടു. ജോജോയുടെ ഫാൻ നിന്ന് കറങ്ങും ഞാൻ ഫാൻ. കേൾക്കാത്തോണ്ടിരിക്കാതുണ്ട്. ഞാൻ ആദ്യം നബ്രാസിന് മെസ്സേജ് കമ്പനി, പിന്നെ ഇടയ്ക്ക് കുറച്ച് ദിവസം മെസ്സേജ് അയക്കുക ജോജോക്ക് മെസ്സേജ്, പിന്നെ ജോജോക്ക് മെസ്സേജ് അയച്ച് കുറച്ചാൾ നിർത്തിട്ട് പിന്നെ നബ്രാസ്. നമ്മള് താഴ്വാരത്തോ മറ്റേ കഫേ ആ ഒരു മഴയത്ത് അത്രയും മഴ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂട്ടി ഇരിക്കുകയായിരുന്നു. ബാക്കി കഥ പറയണ്ട. അതൊന്നും താല്പര്യമില്ല. ആദ്യം ഞാൻ ഒരാൾക്ക് മെസ്സേജ് അയച്ചത് ഒരു ജനുവരി മാസം വരെ ഓർത്ത് വെച്ചിരിക്കുന്ന ഒരാളെ ഞാൻ കാണുന്നത്. ഇന്റർവ്യൂ വന്നിട്ട് ഫോളോ ചെയ്ത് പറയാൻ വേണ്ടിട്ട് ആദ്യം ജാനുവരിയില് അയ്യോ ഞാൻ അതിന് മാത്രം ചെക്കിയെടുത്ത ഒന്ന് ഇത്രയും ഊക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത്രയും അപ്പൊ നിങ്ങൾ ടീമിലെ ആരാ എയറിലാവുന്ന കൂട്ടിലും? ഇവൻ ഇടക്ക് എന്തിനാണ് നീ ആ ഒരു ചൊരിപ്പാണ് ഇവിടെ വന്ന് എന്റെ അടുത്ത് കാണിക്കുന്നത്? ആക്ച്വലി ഞങ്ങൾ എടി കുറച്ചു പേരുണ്ട് നാട്ടില്. ഹബി, ഹസേർ, ഷാദു, മുനീർ, റിയാപ്പി, ഞാൻ, ഇവൻ, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ചപ്പി 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 അതല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കുമ്പോഴത്തേക്കും ഇവൻ എന്തെങ്കിലും പറയും, ഇവനൊന്ന് കയറും, കുറച്ചുകൂടെ കിടന്ന് പറഞ്ഞിട്ട് താഴത്തോട്ട് ഇറങ്ങും, പിന്നെ ഇവൻ തന്നെ എന്തെങ്കിലും കാരണം ഉണ്ടാക്കും, ഇവൻ തന്നെ പിന്നെ കഞ്ചാവാണ്. അല്ലല്ല, അങ്ങനത്തെ സാധനം ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. ആൾക്കാർ പലതും പറയും, പക്ഷെ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ആരും പറയുന്നില്ല. ഞാൻ വല്ലതും പറയട്ടെ. എനിക്ക് ആൾക്കാർ അപ്പം അവര് അങ്ങനത്തെ ഇതൊന്നുമില്ല. ഞങ്ങളുടെ ഗ്രൂപ്പ്, നാട്ടിലെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇപ്പൊ ഈ ടിക്ടോക്ക് തുടങ്ങിയപ്പോ നിങ്ങൾ നാടൊക്കെ ഇപ്പൊ എവിടെയാണ്? ആലപ്പുഴ. അറിയാത്ത പോലെ ചോദിക്കാം. എന്റെ കൊച്ചു വിടാന്ന് അല്ലേ? അറിയാത്ത പോലെ ചോദിക്കുന്നു. ആലപ്പുഴ എവിടെയാ? ആലപ്പുഴയില് റെയിൽവേ സ്റ്റേഷന്റെ ഒക്കെ അടുത്തായിട്ട്. ഏത് റെയിൽവേ സ്റ്റേഷൻ? ആലപ്പുഴയിലെ റെയിൽവേ സ്റ്റേഷൻ, മെയിൻ റെയിൽവേ സ്റ്റേഷൻ കായംകുളം. കായംകുളത്തല്ലേ വേറെ മെയിൻ സ്റ്റേഷൻ ബീച്ചിന്റെ ഒക്കെ GK വേണ്ട. കളക്ടറേറ്റ്, ആലപ്പുഴ കളക്ടറേറ്റ്. എനിക്ക് ട്രിവാൻഡ്രം ഒക്കെ അറിയാം. ഓക്കെ, അതാണ് അടുത്ത്. പക്ഷെ അവിടുന്ന് നിങ്ങൾ കൊച്ചിയിലോട്ട് വന്നപ്പോ ലൈഫ് എങ്ങനെയുണ്ട്? വടശ്ശേരി. കൊള്ളാം. ലൈഫ് എങ്ങനെയുണ്ട് അവിടുന്ന് കൊച്ചിയിലോട്ടൊക്കെ വന്നപ്പോ? കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ടൈറ്റ് ആവുന്നുണ്ട്. പക്ഷെ കൊച്ചി ലൈഫ് ഭയങ്കര എക്സ്പെൻസ് ആണല്ലേ? പിന്നെ കൊച്ചിയിലോട്ട് വരാൻ നിൽക്കുന്ന ബോയ്സിനോട് എന്താ പറയാനുള്ളത്? കയ്യിൽ കുറച്ച് ക്യാഷ് വെച്ചിട്ട് വരിക, പിന്നെ വന്നിട്ട് പണിയെടുക്കുക, 3 നേരം കഴിക്കുക. നിങ്ങൾക്ക് ഫുഡൊക്കെ ഭയങ്കര ടൈറ്റ് ആണ്. ഞങ്ങള് ഒരു നേരം കഴിക്കും, ഇടയ്ക്ക് പിന്നെ രാത്രി. അത് അവിടെ നോക്കി കൊച്ചി ലൈഫിൽ പറഞ്ഞെങ്കിൽ ഈ വീടൊക്കെ ആൾക്ക് കൊച്ചി വന്ന് വീടൊക്കെ എടുത്ത് അടിച്ചുള്ളി ജീവിക്കാൻ, പക്ഷെ നല്ല പൈസ വേണം. ഫണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ അടിച്ചുള്ളി നടക്കും. പിന്നെ വരുമ്പോ ഒരു ലക്ഷ്യം വെച്ചിട്ട് വരിക, വെറുതെ വന്നിട്ട് കുറെ പൈസയും പൊട്ടിച്ച് കളഞ്ഞിട്ട് പോകാൻ വേണ്ടി ആവരുത് ഞങ്ങളെ പോലെ. അങ്ങനെ ഞാൻ എന്ത് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ പോലെ അങ്ങനെ ആവരുതെന്ന്. അപ്പം കൊച്ചിയാണ് പക്ഷെ കൂടുതൽ ഇഷ്ടം ആലപ്പുഴയാണ്.
ഇഷ്ടം ആലപ്പുഴ. പക്ഷെ നമുക്ക് ഇവിടെ കൊച്ചിയിലാകുമ്പോഴത്തേക്ക് എനിക്കിപ്പോ വീഡിയോസ് ആയാലും ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ ഇവിടെ അല്ലേ. അവിടെ വെച്ച് വീഡിയോ എടുക്കാറില്ലേ? എടുക്കാറുണ്ട്, പക്ഷെ അവിടെ ഗേൾസ് ഇല്ല. ഉണ്ട്. പക്ഷെ നമുക്കൊരു എന്തുവാ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവിടെ, ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിൽ ആരാ കോഴി? ഇവൻ. പക്ഷെ കൂടുതലും പെമ്പിളെ നിന്റെ കൂടെ ആണല്ലോ. എന്റെ പുറകെ പെമ്പിളാര് വരുന്നതിന്റെ കുഴപ്പം. അല്ല, നീ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നുണ്ടല്ലോ. ആ ഫണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു? അത് കൊള്ളത്തില്ലായിരുന്നു. എന്റെ പൊന്നടോ, അതെടുക്കണ്ട. മാറ്റടാ, ഒരു രസമില്ലടാ, കൊള്ളത്തില്ലടാ. സത്യം കണ്ടാപ്പിയ പോലെ ഉണ്ട്. കോഴി. അപ്പൊ അബ്രാസ് ഒരു കുഞ്ഞു കാടക്കോഴിയാണ്. ഇവൻ ഇപ്പഴാ കോഴിയായത്, പണ്ട് ഭയങ്കര. ഇപ്പൊ കോഴിയാവാ റീസൺ. അപ്പൊ എന്തോ ഉണ്ട്, അപ്പൊ എന്തോ ബ്രേക്കപ്പ് ഉണ്ട്. എന്തുകൊണ്ട് എനിക്ക് പാളി പോകുന്നു? വേറെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല, പോടെ ഞാൻ ചിരിച്ചതല്ലേ ഉള്ളൂ. അപ്പം എന്തോ കോഴി മീൻസ് വായി നോക്കുന്നതാണോ? ഫ്ലേർട്ട് ചെയ്യാറുണ്ട്. പിന്നെ കുറെ കമ്പനി. എന്താണ് ഫ്ലേർട്ടിങ്? എനിക്ക് അറിയത്തില്ല. ഫ്ലേർട്ടിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഞങ്ങൾ വന്നപ്പോ താഴ്ത്തും ചെയ്യും. അയ്യോ സത്യത്തെ അങ്ങനെ വന്നപ്പോ ചോദിച്ചില്ല ഓരോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് റിലേഷൻ ഉണ്ടടി, നടക്കത്തില്ല. അങ്ങനല്ല, ഞാൻ ചേട്ടാ റിലേഷൻ ഉണ്ടെങ്കിൽ മറ്റേ ഇന്റർവ്യൂ അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല എനിക്ക് റിലേഷൻ ഉണ്ട് ഇതൊന്നും. ഞാൻ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറയാം ഇവരിങ്ങനെ ചുമ്മാ പറയുന്നതാണ്. ഇനിയിപ്പോ എന്തായാലും കമന്റ് നല്ല ഇതായിട്ട് വരത്തുള്ളൂ. ഞാൻ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലെന്ന് പറയാല്ലേ. മന്തി വെള്ളം ആവശ്യം വരും. എന്തൊക്കെയാണോ ഈ പറഞ്ഞു വിട്ടുന്നേ? അപരാധങ്ങളെ നിങ്ങൾ എന്തുവാണ്? അമ്മാവൻ വൈബാണല്ലോ, തന്ത വൈബായിട്ട് വരുവാണ്. ആ പ്രായം എത്ര വയസ്സുണ്ട്? എനിക്ക് 2 വയസ്സോ? 22ഓ? 20. എത്ര വർഷം മുമ്പ്? നീ എന്നെ കട്ടി ഇളയതോ? എടാ ജോജോ സീരിയസ് ആയിട്ട് പറ. എടാ നീ വേറെ എത്ര വയസ്സോ? അപ്പൊ നിനക്ക് എത്ര? 30ഓ? ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതല്ലേ. ഒരുമിച്ച് പഠിച്ചത് സ്കൂളിൽ തൊട്ട്? സ്കൂളിലും പഠിച്ചത്. സ്കൂളിൽ പഠിച്ചത് 8 വെച്ച്. ഞങ്ങള് പണ്ടോട്ടെ കമ്പനി 5. അപ്പം സ്കൂൾ ലൈഫിൽ റിലേഷൻ ഒന്നും ഇല്ലായിരുന്നു നിനക്ക്? സ്കൂൾ ലൈഫിൽ ഇവക്ക് ഇതാ വേണ്ടത്. എന്തെങ്കിലും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഡിപ്രഷൻ ഇല്ലാത്ത മനുഷ്യന് യാതൊരു ലൈഫിൽ ഒരു ഡിപ്രഷനും ഇല്ല. എടാ ഞാൻ പറയട്ടെ, നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചിലർ പാളി പോകുമ്പോൾ ചില വിഷമങ്ങൾ വരും. അതല്ലാതെ ഡിപ്രഷൻ എന്നുള്ള സംഭവം വരും. കാരണം ഒരു ഡൗൺഫോൾ വരുമ്പോൾ അടുത്തത് നമുക്ക് പൊങ്ങാനുള്ളൊരു ചാൻസും കൂടെയല്ലേ. അത്ര ഇന്നലെ ഞാൻ ഇങ്ങോട്ട് മുടി വെട്ടാൻ പോയി. എന്തായാലും ഇന്റർവ്യൂ ഒക്കെ വരുമല്ലേ, ഞാൻ പുറത്തൊന്ന് താടി ഷേപ്പ് ചെയ്തൊക്കെ വരും. താടിയൊന്നുമില്ല, വെറുതെ കുറച്ച് അങ്ങനെ പറയും. വേറെന്ത് പറയുന്നു. അങ്ങനെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ ഹിന്ദിക്കാരനാ കട്ട് ചെയ്യുന്നത്. അപ്പൊ മലയാളം അറിയത്തില്ല. അപ്പൊ ഞാൻ പുള്ളി എടുത്ത് പറഞ്ഞു, ഭയ്യ എനിക്ക് ഒരുപാട് ഷോർട്ട് ആക്കണ്ട, മുടി ഒരുപാട് മേളിൽ ഷോർട്ട് ആക്കണ്ട, മുടിയും കട്ട് ചെയ്തായിരുന്നു, മേളിൽ ഒരുപാട് ഷോർട്ട് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് ഇട്ടാൽ മതി, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല. ഇവൻ വന്നിട്ട് ഹിന്ദി അറിയാം. അപ്പൊ ഞാൻ തിരിഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ ഒന്ന് പറഞ്ഞു കൊടുത്ത, എനിക്ക് മുകളിൽ ഒരുപാട് സ്ലോപ്പ് ആക്കണ്ട, എനിക്കറിയത്തില്ല, നീ ഒരുപാട് സ്ലോപ്പ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഭയ്യ ഒരുപാട് സ്ലോപ്പ് ആക്കണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് ഇട്ടാൽ മതി. ഹിന്ദിയിലോ മലയാളത്തില്? അതെങ്ങനെ ഹിന്ദി? ഇപ്പൊ വിവരമുള്ളവരെന്തെങ്കിലും തൽക്കാലം കരയുന്നവർ കാണണ്ട. ഇനി നമുക്ക് കുറച്ച് കുസൃതി ചോദ്യങ്ങളിലേക്ക് പോവാം. കുസൃതി ചോദ്യം, ആൻസർ വളരെ നന്നായിട്ട് വ്യക്തമായിട്ട് ആലോചിച്ച്. നമ്മൾ നോട്ടി ക്വസ്റ്റ്യൻസ് അല്ല, റിയൽ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ തിങ്കിങ് ലെവലാണ്, നിങ്ങൾ നമ്മൾ തിങ്ക് ചെയ്യുമല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, അപ്പൊ അതായിരിക്കും നിങ്ങളുടെ മൈൻഡ്സിൽ ആദ്യം വരുന്ന സംഭവം. അത് നിങ്ങളുടെ മൈൻഡ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ നല്ല ചിന്തകൾ മാത്രമേ ചിന്തിക്കാറുള്ളൂ, അല്ലേ?
അതെ അതെ. അതൊരു വളരെ വലിയൊരു ശരിയാണ്. അതെ, നിനക്ക് എന്നെ സപ്പോർട്ട് തരത്തില്ല. അയ്യോ കോള് ബെസ്റ്റ് 1 ബെസ്റ്റ് 2 ബെസ്റ്റ് 3. അപ്പൊ ഞാൻ അല്ലാത്ത ഒരു ഇത് കുസൃതി ചോദ്യം അല്ലാതെ റെഗുലർ ആയിട്ട് നിങ്ങൾ അല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെയാണോ നല്ലത്, സിറ്റുവേഷൻഷിപ്പ് ഒക്കെയാണോ നല്ലത്? ഓരോരുത്തരുടെ കോൺസെപ്റ്റ് അനുസരിച്ച് അത്, അതായത് എല്ലാത്തിനും സിറ്റുവേഷൻഷിപ്പ് അറിയത്തില്ല. ഓ ഇവനെ അറിയത്തില്ല കേട്ടോ നബ്രാസിന്. പാവമാണ്. റിലേഷൻഷിപ്പിന് എപ്പോഴും പറയുമ്പോൾ ക്രിഞ്ച് എന്നൊക്കെ പറയെങ്കിലും അതിനൊരു ഫീൽ ഉണ്ട്. ഫീൽ തന്നെയാണ്. പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൈങ്കിളിയാണ്. ഇപ്പൊ നീ നിനക്ക് റിലേഷൻ ഇല്ലേ? അത് ഇവിടെ പറയേണ്ട കാര്യം. ഇപ്പൊ നീ മനസ്സിലാക്കി ഓക്കെ, നിങ്ങളുടെ തമ്മിലൊരു വൈബ് കാണത്തില്ല, പലയിടത്തും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ നിനക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല ചില സമയത്തൊക്കെ. അങ്ങനത്തെ ഒരു വ്യക്തി ഉള്ളത് നല്ലതാണ്. അത് നല്ല വ്യക്തിയാണെങ്കിൽ നല്ലതാണ്. അതല്ലാണ്ട് നമ്മളിപ്പം ടോക്സിക് ആണെങ്കിൽ പ്രശ്നമാണ്, പിന്നെ അണ്ടർസ്റ്റാൻഡിംഗ് അല്ലെങ്കിൽ പ്രശ്നമാണ്. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുണ്ട്. റിലേഷൻ എങ്ങനെയുണ്ട്? നല്ലതാണ്. അതിൽ ഒന്നും കിട്ടുന്നില്ലല്ലോ. അപ്പം എന്താ റിലേഷൻഷിപ്പ് ആണോ ഓരോരുത്തർ ഇഷ്ടം? സിറ്റുവേഷൻഷിപ്പ് ആണോ? ഓരോരുത്തർക്ക് ഓരോ വ്യൂ ഓഫ് പോയിന്റ് കാണും. ഇവന് സിറ്റുവേഷൻഷിപ്പും എനിക്ക് റിലേഷൻഷിപ്പ്. അതാണ് ഇവൻ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കുന്നത്. അപ്പൊ നീ ഹാപ്പി അല്ലെന്നാണ് പറഞ്ഞു തരുന്നത്. ഞാൻ എന്താ ചോദിക്കണം? ഓക്കെ, അപ്പോ ഞാൻ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം അത് കേട്ടിട്ട് ആണുങ്ങൾക്കൊന്നും പെണ്ണുങ്ങൾക്ക് രണ്ടുമുള്ളത് എന്താ? ചോദ്യം ക്ലിയർ ആയിട്ട്. ആണുങ്ങൾക്ക് രണ്ടുപേരെടുത്തും ആണുങ്ങൾക്ക് ഒന്നും പെണ്ണുങ്ങൾക്ക് രണ്ട്. ബുദ്ധിമാൻ തന്നെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വിരൽ കൊണ്ട് 5 or 6 പേരെ മുകളിൽ എത്തിക്കാൻ സാധിക്കും, ആരാണത്? അവന്റെ പേരൊന്നും പറയല്ലേ. ഒരു വിരൽ കൊണ്ട് 5 or 6 പേരെ മുകളിൽ എത്തിക്കാൻ സാധിക്കും, ആരാണത്? ക്യാമറമാൻ ആലോചിക്കുന്നത് എന്താണത്? ക്യാമറമാൻ ആലോചിക്കുന്നത് എന്താണത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി വ്യക്തമാക്കാൻ ഞാൻ പറഞ്ഞു, വ്യക്തമായിട്ട് ആലോചിക്കണം. ഒരു വിരൽ കൊണ്ട് 5 or 6 പേരെ മുകളിൽ എത്തിക്കാൻ സാധിക്കും, ആരാണത്? നീ ബാലരമ കളിക്കുടുക്ക അത് വായിക്കാറുണ്ടല്ലേ? നീ ഇതൊന്നും വായിക്കാറില്ലേ? നിങ്ങൾക്ക് ചിലർക്കുള്ള സാധനം, ഇത് ഉള്ളവർ വായിലിടും, ഇല്ലാത്തവർ വിരലിടും, എന്താണത്? നിയമം കളിക്കുടുക്കേ വായിക്കാറുണ്ടല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. തല കുത്തി നിന്നാൽ വലുതാവുന്നത് എന്ത്? തല കുത്തി നിന്നാൽ വലുതാവുന്നത് എന്ത്? ഞാനല്ല. എന്നെ നോക്കുന്നവേ ആലോചിക്കൂ. ഇത് കളിക്കുടുക്കയിലില്ലാത്ത ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ബലൂൺ എങ്ങനെ തലകുത്തി വെക്കുമ്പോ വലുതാവുന്നേ? ഊതയിലല്ലേ വലുതാവൂ. അതെങ്ങനെ തലകുത്തി വെക്കുന്നേ? ചേട്ടനറിയോ? അവിടെ ഇരുന്ന് നോക്കാം. ഇത് ഞാൻ കളിച്ചിട്ടുണ്ടോ? തലകുത്തി നിന്നാൽ വലുതാവുന്നത് എന്ത്? സാധനമാണെന്ന് ചോദിച്ചാൽ സാധനമല്ല, വസ്തുവാണ്. നീ എന്തിനാ അങ്ങനെ പറയാറില്ല. മനുഷ്യനല്ല, പക്ഷെ മനുഷ്യർ പറയും അതൊക്കെ. തലകുത്തി നിന്നാ വലുതാണ് സാധനം. തോറ്റോ? 6 തലകുത്തി വെച്ച 9 ആവും. രാവിലെ എനിക്ക് നീളം കൂടുതലായിരിക്കും, ഉച്ചയ്ക്ക് നീളം കുറയും, രാത്രി ആകുമ്പോൾ ഒട്ടും കാണില്ല, എന്താണത്? എടാ രാവിലെ എനിക്ക് നീളം കൂടുതലായിരിക്കും, ഉച്ചയ്ക്ക് നീളം കുറവായിരിക്കും, രാത്രി ആകുമ്പോൾ ഒട്ടും കാണൂല. എടാ രാത്രി ആകുമ്പോ ഒട്ടും കാണൂല. ഇല്ല അപ്പൊ അതല്ല. അങ്ങനെയൊക്കെ ചോദിച്ചാ
തോറ്റോ ഞാൻ ഒന്നൊരു അടുത്ത് ഹബി എന്ന് വിളിച്ചാൽ അങ്ങനെ ആരെ വിളിച്ചു ഓക്കെ ഓക്കെ ഹബി വിളിക്കണ്ട, ഹബി വിളിച്ചാൽ എന്നാ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇതിങ്ങനെ പറഞ്ഞ രാവിലെ എണീക്കുമ്പോൾ കൂടുതലായിരിക്കും, ഉച്ചയ്ക്കാകുമ്പോൾ കുറയും. ആരെങ്കിലും വിളിച്ച് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കാം. നീ തെറി മ്യൂട്ട് ചെയ്യാവോ? തെറി മ്യൂട്ട് ചെയ്യാം. തെറി വിളിക്കുന്ന സമയത്ത് ഇവർ അതിങ്ങനെ ആക്കുക. നിങ്ങൾ ഫ്രണ്ടിനെയല്ലേ വിളിക്കുന്നത്, ഇങ്ങനെ ചോദിച്ചാൽ മതി. എടാ എന്താണ് എന്ന് ചോദിച്ചത്. അതായത് രാവിലെ എണീക്കുമ്പോൾ കൂടുതലായിരിക്കും, ഉച്ചയ്ക്ക് നീളം കുറവ്. വിളിക്കും. ഇപ്പൊ ആരെങ്കിലും ഒരാളെ ഒരു ഫ്രണ്ടിനെ വിളിക്കുക, വിളിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. സൗണ്ട് കൂട്ടിങ്ങനെ ഒന്ന് മൈക്കിൽ കേൾക്കാം. എടാ റിയാപ്പി, എടാ ഒരു കാര്യം ചോദിക്കാം, പെട്ടെന്ന് പറയണേ. രാവിലെ നീളം കാണും, ഉച്ചയ്ക്ക് നീളം കുറയും, രാത്രി ഇല്ലാതാവുന്ന സാധനം എന്തോ? രാത്രി ഇല്ലാതാവോ? രാവിലെ നല്ല നീളം കാണും. കൊണക്കില്ലേ? എടാ പറയടാ. സൂര്യൻ. സൂര്യനും കുഴപ്പമൊന്നുമല്ല, ഇയാൾക്ക് അറിയത്തില്ല, അങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത് ഇന്റർവ്യൂലിരിക്കുവായിരുന്നു അപ്പോഴാണ് നീ ഇതൊക്കെ പറഞ്ഞത്. ശരി തന്നെ. ഇത് റീഫണ്ട് ചെയ്യാതെ ഫോട്ടോ ഞാൻ കുറച്ച് അപ്പൊ ഉത്തരം ഞാൻ പറയാം. രാവിലെ എണീക്കുമ്പോൾ നീളം കൂടുതലായിരിക്കും, ഉച്ചയ്ക്ക് നീളം കുറവായിരിക്കും, രാത്രി ആകുമ്പോൾ ഒട്ടും കാണില്ല. നിഴൽ, ഷാഡോ. അത് കൊള്ളാം, അത് കൊള്ളാം.